ഏറെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ലഹരിക്കെതിരെയുള്ളൊരു സംഗമമാണ് നടക്കുന്നത്. ശരിക്കും റോഡിൽ കൂടെ പോകാൻ തന്നെ പേടിയാണ്. കാരണം ഒന്നെങ്കിൽ ഇത് വിൽപ്പനയ്ക്കായിട്ട് പാഞ്ഞു പോകുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് പോകുന്നവരായിരിക്കും. രണ്ടാണേലും നമ്മുടെ കാര്യത്തിൽ ഒരു സമാധാനവും തീരുമാനവും ഒക്കെ ആവും സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ. ആ രീതിയിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ സൗഭാഗ്യ ചേച്ചി പറഞ്ഞു കുടിവെള്ളത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സമരം ചെയ്തെന്ന്. കുടിവെള്ളം തന്നാൽ നമുക്ക് ബോധം പോകത്തില്ല. ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ തന്നാൽ ബോധം കെടുത്തിയാലല്ലേ നമ്മൾ ഇവരെ വീട് ജയിപ്പിച്ചു കൊടുത്തുള്ളൂ. ബുദ്ധിയുള്ളവരാണെങ്കിൽ നമ്മൾ ജയിപ്പിക്കുവോ? അതുകൊണ്ടാണ് ഈ തുടർഭരണം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. നട്ടാ മുളയ്ക്കാത്ത പാടശേഖരങ്ങളെങ്ങാണ് നമ്മള് നികത്തി ഒരു സെറ്റിനകത്തൊരു വീട് വെക്കുവോ അല്ലെങ്കിൽ ഒരു വാഴ നടുവോ ചെയ്യുവാണെങ്കിൽ വെട്ടി എനിക്ക് വിറ്റേന്ന് കൊടുക്കുമോ? അല്ലേ? അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ശരിക്കും ഈ അടുത്ത സമയത്ത് നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള സ്കൂളിന്റെ അടുത്തുള്ള ഒരു കടയിലെ ചേട്ടൻ പറഞ്ഞ സംഭവം എന്താ വെച്ചാല്, കൊറോണ കഴിഞ്ഞിട്ടും പെൺകുട്ടികളും ആൺകുട്ടികളും കാലത്ത് മാസ്ക് വാങ്ങിക്കാൻ ചെല്ലുകയാണെന്നാണ്. എന്താണ് ഈ മാസ്ക് വാങ്ങിച്ചത്? ടീച്ചർ അറിയത്തില്ല, വായിക്കുള്ളില് എന്തോ ഒരു വസ്തു ഇട്ടിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ബോധവും ഇല്ല, ബോധവുമില്ല. ടീച്ചർ എന്താ പറയുന്നതെന്ന് പോലും അവർക്ക് അറിയത്തില്ല. ചോദിക്കാൻ പറ്റുമോ ടീച്ചേഴ്സിന്? പേരൻസിന് വല്ലതും ചോദിക്കാൻ പറ്റുമോ? ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യം കഴിയും. പണ്ടൊക്കെ നമ്മൾ പത്രം വായിക്കുമ്പോൾ അന്യ സംസ്ഥാനത്ത് ആ കൊല്ലം നടന്നു, അന്യ സംസ്ഥാനത്ത് ഇത് നടന്നു, നമ്മൾ ആശ്വസിക്കും നമുക്ക് ഒന്നും പറ്റിയിട്ടില്ലാന്ന്. ഇപ്പൊ അത് നമ്മുടെ വീട്ടിലും നമ്മുടെ തൊട്ടടുത്ത വീട്ടിലും ആയിട്ടാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ. അപ്പൊ നമ്മുടെ കുട്ടികളെ തന്നെ ഇപ്പൊ മുതിർന്നവരുടെയൊക്കെ കാര്യം ഒരു തീരുമാനമായി, പക്ഷെ നമ്മുടെ കുട്ടികളെ ഓർത്തിട്ടാണ് നമുക്കിപ്പോ പേടിയുള്ളത്. എന്റെ ഒരു അനുഭവം പറഞ്ഞത് ഞാൻ പെട്ടെന്ന് നിർത്തിയേക്കാം. ഒരു 3 കൊല്ലത്തിന് മുന്നേ എന്റെ ഒരു പുസ്തക പ്രകാശനം നടക്കുന്നു. അപ്പൊ എനിക്കാണെങ്കിൽ ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണം. ഞാൻ ഇവിടെ ലീഗൽ അതോറിറ്റിയുടെ ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ കായലിന്റെ ആ സ്ഥലം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് അങ്ങോട്ട് പോവാം. അപ്പൊ ഞാൻ നോക്കിയപ്പോ നിറയെ കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും നിറയെ കുട്ടികൾ നടന്നു വരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, മാഷെ ഇവിടെ ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ, ഈ ഭാഗം ഇത്രയും പുരോഗമിച്ചോ, ഇത്രയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുട്ടികളും ഒക്കെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നുമല്ല, വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ കുട്ടികള് വന്നിരിക്കുന്ന ഇടമാണെന്ന് പറഞ്ഞു. അപ്പൊ പല യൂണിഫോമിന്റെ പുറത്ത് വേറെ കളർ ഡ്രസ്സാണ് ഇങ്ങനെ ധരിച്ചിരിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ അവിടെ നോക്കിയപ്പോ ഞാൻ പറഞ്ഞു, മാഷി എന്ത് രസമുണ്ട്, തിരിച്ചു വരുമ്പോ എന്നെ അവിടെ ഒന്ന് കാണിക്കണേന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചത് കൂണാണ്, കറുത്ത കൂണുകളാണ് ഇരിക്കുന്നതെന്ന്. എന്റെ ദീർഘദൃഷ്ടി ഞാൻ അങ്ങനെയാണ് കരുതിയത്. എന്താന്ന് വെച്ചാൽ ഓരോ കൊടകളാണത്. സ്കൂളിൽ നമ്മള് അമ്മമാര് രാവിലെ വെളുപ്പിന് എണീറ്റ് ചോറും എല്ലാം പൊതിഞ്ഞ് കെട്ടിക്കൊടുത്തു വിടുന്ന ഈ മക്കള് പോയിരിക്കുന്ന ഇടങ്ങൾ സ്കൂളുകളല്ല. ഇതേപോലെയുള്ള ഇടങ്ങളിൽ ചെന്നിരുന്നിട്ട് നോക്കിയപ്പോ എന്താ, സിഗരറ്റിന്റെ അടിയിൽ കൂടെ എന്താ നമ്മൾ ഈ അടപ്പത്ത് എന്താ ആറ്റുകാലൊക്കെ കലം വെച്ചിട്ട് പുക പോകുന്ന പോലെ പോകുന്നു. നോക്കിയപ്പോ ഒരാൾ വലിക്കുന്നു, അടുത്ത ആളിന് കൊടുക്കുന്നത്. അത് ആണും പെണ്ണും ഒന്നും ഭേദമൊന്നുമില്ല കേട്ടോ, ആൺകുട്ടികൾ മാത്രമൊന്നുമല്ല, അതിനുള്ളിൽ ഫുള്ള് പെൺകുട്ടികളും. വൈകുന്നേരം ആകുമ്പോ ഇവര് വീട്ടിലെത്തണം. അപ്പൊ നമ്മൾ എന്താണ്, നമ്മൾക്ക് തന്നെ ഭയമാണ്. ഒരു നിമിഷം നമ്മുടെ മക്കള് വീട്ടിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ, വൈകുന്നേര സമയത്ത് ഇവരെത്തിയില്ലെങ്കിൽ നമ്മൾ എന്തുമാത്രം വിഷമിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് പോകുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കി. പണ്ടൊക്കെയാണ് വഴിയിലോട്ട് ഇറങ്ങുമ്പോൾ ആളുകൾ ചോദിക്കും, നീ എന്താ ഇവിടെ നിൽക്കുന്നേ, നിനക്ക് വീട്ടിൽ പോകണ്ടേ എന്ന് ചോദിക്കുന്ന ഒരു അധികാരം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? ഇപ്പൊ അങ്ങനെ ചോദിച്ചാൽ നമ്മുടെ തല ഉണ്ടാകുമെന്ന് തന്നെ അറിയില്ല. അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിലെ 10,000 കിലോമീറ്ററിൽ കൂടുതൽ മതിലുകളാണ്. എല്ലാ മതിലുകളും കൂടെ ഒന്ന് നിവർത്തി കെട്ടുകയാണെങ്കിൽ ചൈന വൻമതിലിനേക്കാളും വലിയ മതിലുകളാണ്. ആ മതിലിനുള്ളിൽ ഇപ്പൊ എന്താ നടക്കുന്നതെന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. അപ്പൊ നമ്മുടെ കുട്ടികളെ, മുതിർന്നവരുടെ കാര്യത്തിൽ എനിക്കിപ്പോ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കുട്ടികളെ എങ്കിലും രക്ഷിക്കുക, ഇതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷിക്കുക. ബോധവൽക്കരണ ക്ലാസ് കൊണ്ടോ എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്ന കുട്ടികളൊക്കെ കുറച്ചുകൂടെങ്കിലും രക്ഷപ്പെടില്ലേ. അവരുടെയൊക്കെ വായന എന്ന് പറയുന്നത് ലഹരിയോ അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്ന ലഹരിയൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഇപ്പൊ സിന്തറ്റിക് ലഹരി മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോയി അച്ഛനാരാണ്, അമ്മയാരാണ്, മക്കളാരാണെന്നൊന്നും അറിയില്ല, ഒന്നും പറയാൻ പോലും പറ്റൂല. ഇപ്പൊക്കെ നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നതൊക്കെ കണ്ടിട്ട് നമ്മൾക്ക് പകുതി കാലത്ത് പത്രം എടുക്കൂല. പത്രം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡേ ഫുൾ പോയി കിട്ടും. കാര്യങ്ങൾ അറിയേണ്ടതുകൊണ്ട് വൈകുന്നേരം വായിക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ നാടിന്റെ അവസ്ഥ ഒരു രാഷ്ട്രീയമോ മതമോ മറ്റു
വേർവ്യത്യാസങ്ങളൊന്നുമില്ല നമ്മൾ പ്രതികരിക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളെയെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്താൻ നോക്കുക. ഇങ്ങനെയുള്ള കൂട്ടായ്മയിലൂടെയെങ്കിലും നമുക്ക് അങ്ങനെ ഒരു സ്വപ്നമെങ്കിലും കാണാം. നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും നമുക്ക് അങ്ങനെയെങ്കിലും ഒരു സ്വപ്നം കാണാം. നമ്മുടെ നാട് ഈ ഒരു മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും ഒക്കെ രക്ഷപ്പെടും എന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ കൂട്ടായി ചേരാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുന്നത്